വിദ്വേഷ പ്രസംഗവുമായി അലഹബാദ് ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് എസ്.കെ. യാദവ് ഭൂരിപക്ഷത്തിൻ്റെ ഹിതമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടണം എന്നാണ് ജസ്റ്റിസ് എസ്.കെ. യാദവ് പറയുന്നത്. ഏത് സാഹചര്യത്തിലാണ് അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് എസ്.കെ. യാദവ് ഇങ്ങനെയൊക്കെ പറയുന്നത്? സിബി, ഇന്നലെ യു.പിയിലെ പ്രയാഗ്രാജിൽ വിശ്വ ഹിന്ദു പരിഷത്ത് നടത്തിയ ഒരു ലീഗൽ സെൽ സംഘടിപ്പിച്ച ഒരു പരിപാടിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു കൊൽക്കത്തയിലെ അലഹബാദിലെ ഹൈക്കോടതി സിറ്റിംഗ് ജഡ്ജിയായ എസ്.കെ. യാദവിൻ്റെ ഒരു വിദ്വേഷ പ്രസംഗമുണ്ടായത്. അതായത് ഭൂരിപക്ഷത്തിൻ്റെ ഇഷ്ടമനുസരിച്ച് രാജ്യം ഭരിക്കപ്പെടണം, പ്രത്യേകിച്ച് ഏകീകൃത സിവിൽ കോഡ് അടക്കമല്ലാതിനെയും ഇവിടെ നടപ്പാക്കുമെന്നും അദ്ദേഹം പറയുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ മറ്റു പ്രധാനപ്പെട്ട കാര്യം രാംലല്ല, അയോധ്യയിൽ രാംലല്ല അടക്കമല്ലാതിനെയും അവിടെ സ്ഥാപിക്കണം എന്നുള്ളത് വളരെ വലിയ നമ്മുടെ പൂർവികരുടെ ഒരു ആഗ്രഹമായിരുന്നു. അത് ഞങ്ങൾക്ക് സാധിച്ചു എന്നല്ലാതിൻ്റെയും ഈ ജഡ്ജി അവിടെ പ്രസംഗിക്കുകയും ചെയ്യുന്നു. അതോടൊപ്പം തന്നെ നമ്മുടെ രാജ്യത്തിൽ നമ്മുടെ കുട്ടികൾക്ക് ആദ്യം പഠിപ്പിക്കേണ്ടത് ഹിന്ദു മതാചാരമാണെന്നും അദ്ദേഹം പറയുന്നു. അങ്ങനെ തീർത്തും വിദ്വേഷകരമായ പ്രസംഗമായിരുന്നു അദ്ദേഹം നടത്തിയത്. എന്തായാലും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിനെതിരെ വലിയ പ്രതിഷേധം ഉയർന്നു കഴിഞ്ഞു. ഇന്ത്യൻ ലോയേഴ്സ് യൂണിയൻ അദ്ദേഹത്തിന് നടത്തിയത് സത്യപ്രതിജ്ഞാ ലംഘനമാണ്, അദ്ദേഹത്തിന് നടപടി സ്വീകരിക്കണം, സുപ്രീം കോടതി ഇടപെടണം എന്നെല്ലാം തന്നെയും ഇന്ത്യൻ ലോയേഴ്സ് യൂണിയനും ആവശ്യപ്പെട്ടിട്ടുണ്ട്. എന്തായാലും നേരത്തെയും ഈ പശുവിനെ ദേശീയ മൃഗമായി പ്രഖ്യാപിക്കണം എന്നൊക്കെ പ്രസംഗിച്ച് വിവാദമായിട്ടുള്ള ആൾ കൂടിയാണ് ഈ യാദവ് എന്ന് പറയുന്നത്. ശരി, സിബി സൂചിപ്പിച്ചത് ജഡ്ജി ജസ്റ്റിസ് എസ്.കെ. യാദവ്, അലഹബാദ് ഹൈക്കോടതിയിലെ ജഡ്ജി ജസ്റ്റിസ് എസ്.കെ. യാദവിൻ്റെ വിദ്വേഷ പ്രസംഗം എന്നുള്ളത് പുതിയ കാര്യമല്ല. മുൻപും ഈ രീതിയിലൊക്കെയുള്ള വിവാദ പരാമർശങ്ങളിലൂടെ ശ്രദ്ധേയനായ ആളാണ്. വിശ്വ ഹിന്ദു പരിഷത്ത് വേദിയിലാണ് ഈ അപരമത വിദ്വേഷം അല്ലെന്നുണ്ടെങ്കിൽ ഈ പറഞ്ഞ വിദ്വേഷ പ്രസംഗം ഒക്കെ അദ്ദേഹത്തിൽ നിന്ന് സംഭവിച്ചിട്ടുള്ളത്.